you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. പീറ്റർ മോനെ കോട്ടെ രാവിലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ മോനെ? ഉണ്ടെങ്കിലേ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ അടുത്തൊരു കഫേയിൽ വന്നിരിപ്പുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരാളുടെ കുറച്ച് ഡീറ്റെയിൽസ് കൊണ്ട് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് പോയി അതൊന്ന് നോക്കി അത് ശരിയാണോ നോക്കിയിട്ടൊക്കെ വരാം. ശരിയങ്ങളെ അഗസ്റ്റിൻ, എനിക്ക് താങ്കളോടൊന്ന് സംസാരിക്കണമായിരുന്നു. ഈ വീട്ടിലെ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ടൈം ഉണ്ടാവോ? അതിനെന്താ സാർ, സംസാരിക്കാമല്ലോ. സാറിനോട് സംസാരിക്കാൻ ടൈം ഇല്ലെങ്കിലും ഞാൻ സംസാരിക്കുന്നതായിരിക്കും. കാരണം ഇഷ മാം അത്രത്തോളം പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് സാറിന് എത്രത്തോളം ഇത് തരണമെന്നുള്ളത്. സോ വാ സാർ, നമുക്ക് സംസാരിക്കാം. എന്താ സാർ, എന്തെങ്കിലും ഇവിടെ നിന്ന് എന്തെങ്കിലും പ്രോബ്ലം സാറിന് നേരിടേണ്ടി വന്നോ? അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് വല്ല ഉപദ്രവവും മറ്റും? നോ, അതൊന്നുമല്ല. എനിക്കിത് മൊത്തത്തിൽ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ലല്ലോ അഗസ്റ്റിൻ. ഒരു സൈഡിൽ രണ്ടുപേര് വഴക്കൂടുന്നു, മറ്റേ സൈഡിൽ രണ്ടുപേര് സ്നേഹിക്കുന്നു. ഒന്നും കൂടി ക്യാച്ച് ആവുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, അച്ഛനുമായിട്ട് മക്കള് നല്ല യോഗ്യത്തിലല്ല. ഹീസ് എ സെക്കൻഡ് ഫാദർ ആൻഡ് അവരുടെ സെയിം ഏജ് ആണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഇഷ മാം എന്നോട് ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞ. സോ കുറെ ഡൗട്ട് ഉണ്ട് എനിക്ക്. വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴും ഇങ്ങനെയാണെങ്കിൽ 3 months കഴിയുമ്പോൾ ഇവിടെ ഇതൊക്കെ കള്ളമാണെന്ന് എനിക്ക് കോർട്ടിൽ പോയി പറയേണ്ടി വരുമോ? സോറി, ഇടയ്ക്കേറി വന്നതിന് സോറി. ഇമ്മാനുവൽ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടായിരുന്നു. ബൈ ഇമ്മാനുവലിനൊരു കാര്യം അറിയാമല്ലോ, ഞാനും ലൂക്കയും ഒരുമിച്ചാണ് പഠിച്ചത്. ഞങ്ങളുടെ ടീനേജ് മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, സെയിം ഒരേ കോളേജിൽ. സോ അത് ഇമ്മാനുവൽ അറിയാതിരിക്കാൻ വഴിയില്ല. ഒരു അഡ്വക്കേറ്റ് ആകുമ്പോൾ ഒരു വീട്ടിലോട്ട് ചെക്കിങ്ങിന് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും തിരക്കിയിട്ടായിരിക്കും വരുന്നത്. അതറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയില്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞല്ലോ. അപ്പോഴേ ആ കോളേജ് ടൈമിലെ ഞാനും അവനും തമ്മിൽ ഭയങ്കര പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിചാരിക്കും പോലെ തന്നെ അടി. 24 മണിക്കൂറും ഞാനും അവനും കീരിയും പാമ്പുമായിരുന്നു. സോ അങ്ങനെ ഒരാൾ അവൻ്റെ പപ്പയായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ ഇമ്മാനുവലിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എങ്ങനെയായിരിക്കും എന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ പ്രശ്നങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് ഞാനുമായിട്ട് വേറൊരു പ്രശ്നവും അവനില്ല. പിന്നെ ബാക്കിയുള്ളവരൊന്നും ഞാനുമായിട്ട് വഴക്കൂടുന്ന ഇമ്മാനുവൽ കണ്ടിട്ടുമില്ല. അവനും ഞാനുമായിട്ട് വഴക്കൂടുന്നതാണെങ്കിൽ അതങ്ങനെ തന്നെ ആയിരിക്കും. എപ്പോഴെങ്കിലും മാറ്റം വരുവാണെങ്കിൽ ഇമ്മാനുവലിന് ഞങ്ങൾ നല്ലതുപോലെ കാണാം. സോ ഇതൊരു പ്രശ്നമായിട്ട് ഇമ്മാനുവൽ കുത്തിപ്പൊക്കണ്ട. ഇതൊരു പ്രശ്നമായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടുമില്ല, അല്ലേ അഗസ്റ്റിൻ സാറേ? അതെ. ഇമ്മാനുവൽ കുഞ്ഞിന് തെറ്റിദ്ധരിച്ചതായിരിക്കും. ഇപ്പോ കാശിനാഥ് പറഞ്ഞത് മോൻ കേട്ടതല്ലേ, അവര് കോളേജ് ടൈം മുതലേ ഇങ്ങനെയാണെന്ന്. ഇത് എനിക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ കാശിനാഥ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മോനിതൊക്കെ നേരത്തെ അറിയാമായിരുന്നായിരിക്കുമല്ലേ. അതുകൊണ്ട് തന്നെ ഇതൊരു ഇഷ്യൂ ആക്കണ്ട സാർ. ഇതിനേക്കാളും വലിയ ഇഷ്യൂസ് ഒന്നും ഇവിടെ ഇനി ഇല്ലേം തരാം. ഇഷമോള് പറഞ്ഞത് സത്യവാ. അവര് ഇത് പപ്പയാണെന്നുള്ള ഒരു റെസ്പെക്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ലൂക്കയെ കുറിച്ച് അറിയാലോ, ഹീസ് ഷോർട്ട് ടെമ്പേർഡ്. അവൻ എന്താ കാണിക്കുന്നതെന്ന് ആ കാണിക്കുന്ന ടൈമിൽ അവന് യാതൊരു ബോധവും ഉണ്ടാവത്തില്ല. കാണിച്ചു കഴിഞ്ഞിട്ടായിരിക്കും അതിനെ കുറിച്ച് ആലോചിക്കുന്നത്. സോ അത് വലിയ കാര്യമാക്കണ്ട. നോ, ഈ കാര്യം ആദ്യം തന്നെ ലൂക്ക എന്നോട് പറഞ്ഞായിരുന്നു. ഞാനൊരു ദിവസം ഇതുപോലെ നിന്നപ്പോൾ ലൂക്കയുടെ റൂമിലോട്ട് പോയായിരുന്നു. അപ്പൊ ലൂക്ക ഓൾറെഡി എന്നോട് പറഞ്ഞായിരുന്നു, നിങ്ങള് സെയിം കോളേജിലായിരുന്നു എന്ന്. ഞാൻ ചോദിച്ചായിരുന്നു, കാരണം ഞാനിതൊന്നും അറിയാണ്ട് ഇങ്ങോട്ട് വരത്തില്ലല്ലോ. ചോദിച്ച ടൈമിൽ ലൂക്ക പറഞ്ഞായിരുന്നു സെയിം കോളേജിലായിരുന്നു എന്ന്. ബട്ട് ഈ വഴക്കിന്റെ പ്രശ്നത്തിന്റെ കാര്യമൊന്നും അവൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. പക്ഷെ എനിക്ക് തോന്നി എന്തൊക്കെയോ ഉണ്ടെന്ന്. സോ ഞാൻ ഇതുകൊണ്ടാണ് അങ്ങനെ തെറ്റിദ്ധരിച്ചത്. എനിവേ ഐ എം റിയലി സോറി. അറിഞ്ഞൂടാത്ത കാര്യം തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു. എന്നാ ഓക്കെ, ഫൈൻ, നിങ്ങൾ ഇരുന്നു. ശരി, എന്നാ ഞാൻ പോവാം. താങ്ക്സ് മോനെ, നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. എന്തു പറയുന്നു പറഞ്ഞ് നിൽക്കായിരുന്നു. ഈ പിള്ളേരെ കൊണ്ട് വയ്യ മോനെ. അങ്കിൾ ഇത്ര വെറിയിടൊന്നും ആവണ്ട. ഞാൻ ജസ്റ്റ് ഇവിടെ വന്നതേ ഉള്ളൂ. പിന്നെ അവനും ഞാനുമായിട്ട് നേരത്തെ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ സത്യമാണ്. അങ്കിളിനെ അറിയാവോന്ന് എനിക്കറിയില്ല. അവന് ഞാനും കോളേജിൽ ഒരുമിച്ച് പഠിച്ചപ്പോൾ തൊട്ട് പ്രശ്നമാണ്. എപ്പോഴും വഴക്ക്. അതിൻ്റെ ദേഷ്യവും കൂടെ അവൻ എന്നോടുണ്ട്. അതുകൊണ്ട് ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സത്യമാണ് പറഞ്ഞത്.
അപ്പോൾ അയാൾ അതുകൊണ്ട് ഞങ്ങൾ വഴക്കൂടുന്നാണ്ടിട്ടായിരിക്കും തെറ്റിദ്ധരിച്ചത്. എനിവേ അത് വിടാൻ നോക്ക്. അതേതായാലും സോൾവ് ആയില്ലേ. ഇനി എന്തെങ്കിലും ഇതുപോലെ പ്രശ്നം വന്നാൽ നമുക്ക് നോക്കാം. എന്നാൽ ശരിയെങ്ങളെ, ഞാനൊന്ന് അങ്ങോട്ട് പോവാം. ആ മോനെ. അല്ല മോനെ, ഇന്നലെ ഇഷമോളെ വിളിച്ചിട്ട് കിട്ടിയായിരുന്നോ ഓപ്പറേഷനുള്ള പൈസ? ഇല്ല, ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. പക്ഷെ ഒരു വൈകിട്ട് ഒരു 5-6 മണിയൊക്കെ ആയ ടൈമിൽ ഞങ്ങളുടെ ഫോണിലോട്ടൊരു കോൾ വന്നായിരുന്നു എൻ്റെ അബിയെ സംസാരിച്ചത്. അപ്പോൾ ഓപ്പറേഷനുള്ള പൈസ അവിടെ ഓൾറെഡി ഏൽപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ആഴ്ച തന്നെ സർജറി ചെയ്യാനുള്ള പ്ലാനിലാണ്. അത് മാമായിരിക്കും കൊടുത്തതെന്നാണ് എൻ്റെ രൂപം. മാമല്ലേ കൊടുക്കാനുള്ളൂ, വേറെ ആയത് തരാനാ. അപ്പോൾ ഫ്രാൻസിസിനോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങാനും മാം വിളിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യം പറയണമെന്ന്. അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞായിരിക്കാനാണ് സാധ്യത. ഐ ഡോണ്ട് നോ. ഇനി മാമിനെ എനിക്ക് നേരിട്ട് വിളിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. ആണോ? ഇല്ല മോനെ, ഇഷയാവാൻ സാധ്യതയില്ല. കാരണം ഞാൻ കുറച്ച് മുന്നേ കൂടെ അവളെ വിളിച്ചു നോക്കിയതേ ഉള്ളൂ, ഇപ്പോഴും കണക്റ്റ് ആവുന്നില്ല. സോ മോനൊരു കാര്യം ചെയ്യും, ഫ്രാൻസിസിനോടൊന്ന് പോയി ചോദിച്ചു നോക്ക്. എങ്ങാനും അവൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇഷയായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിലോ? ആണോ? ആ അങ്കിളെ, എന്നാൽ ഞാനൊന്ന് ഫ്രാൻസിസിനോട് ചോദിച്ചു നോക്കാം. അല്ലങ്ങളെ, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇത് വേറെ ആരെങ്കിലും ആയിരിക്കും ഇനി? ഏയ്, ഒന്നും ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ മോനെ. മോനെ ഏതായാലും പോയി ചോദിക്കും. വേറെ ആരും ആയിരിക്കില്ല, അവളെ തന്നെ ആയിരിക്കും. പോയി ചോദിക്കും. ഇമ്മാനുവൽ നിന്നെ തനിക്ക് നല്ല ഡൗട്ട് ഉണ്ടല്ലോടോ ഞങ്ങളുടെ ഫാമിലി കാര്യങ്ങളിലൊക്കെ. അങ്ങനെയല്ലല്ലോ, ഇതെൻ്റെ ജോലി ആയിപ്പോയില്ലേ, അപ്പം ഡൗട്ട് അടിച്ചേ പറ്റുള്ളൂ. എൻ്റെ ജോലിയെ ഡൗട്ട് അടിക്കൊക്കെ അല്ലേ, അതുകൊണ്ടാ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളങ്ങ് മുഖത്തൊക്കെ ചോദിക്കുന്നതല്ലേ നല്ലത്, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അല്ല, ലേ ഇന്ന് ഓഫീസിൽ പോയില്ലേ? താൻ അങ്ങനെ ചോദിക്കാൻ താൻ വന്നിട്ട് എന്തെങ്കിലും ഞാൻ ഓഫീസിൽ പോകുന്നത് താൻ കണ്ടിട്ടുണ്ടോ? അതില്ല. എന്നാലും താനന്ന് ഫസ്റ്റ് ഡേ എന്നോട് പറഞ്ഞായിരുന്നല്ലോ, ഓഫീസ് കാര്യങ്ങള് അങ്ങനെയൊക്കെയാണ്, ഫാമിലി ഇതൊക്കെ നോക്കി നടത്തുന്നൊക്കെ. അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ മമ്മ ഇവിടെ ഇല്ലല്ലോ. സോ പിന്നെ തൻ്റെ ന്യൂ സ്റ്റെപ്പ് ഫാദർ അവൻ എല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ, ഐ മീൻ കാശ്നാഥ്. സോ താനായിരിക്കുമല്ലോ എല്ലാം നോക്കേണ്ടത്, താനല്ലേ മൂത്ത മോൻ, അതുകൊണ്ട് ചോദിച്ചതാ. ആ അങ്ങനെ ആയിരുന്നു. ഞാൻ തന്നെയായിരുന്നു ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നതും എല്ലാ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 1 year അടുപ്പിച്ചായി ഞാൻ പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ സൈൻ ചെയ്യാനുണ്ടെങ്കിൽ മമ്മ എൻ്റെ കൊണ്ട് തരും, ഞാൻ സൈൻ ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. ഇമ്മാനുവല് സ്നേഹിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇപ്പം എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? സോറി. എനിവേ, താൻ ചോദിച്ച സ്ഥിതിക്ക് പറയാം. സ്നേഹിച്ചിട്ടുണ്ട്, ഇപ്പം സ്നേഹിക്കുന്നുമുണ്ട്. പക്ഷെ ഒരു കാര്യം, അയാൾക്ക് ഇതുവരെ അറിയത്തില്ല ഞാൻ അയാളെ സ്നേഹിക്കുന്ന കാര്യം. ഈ 1 side ലവില്ലേ, ആ ഒരു വലിയ പ്രതിഭാസത്തിന്റെ ഒരു അറ്റമാണ് ഞാൻ. കുറേ നാളായി കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. പറയണമെന്നൊക്കെ ഉണ്ട്, ഞാൻ പറയുമ്പം അതെങ്ങനെ എടുക്കും എന്നൊരു മൈൻഡ് ഉള്ളതുകൊണ്ട് പിന്നെ വേണ്ടെന്ന് വിചാരിക്കും. അല്ലേലും ഞാനിതൊന്നും പറയാനൊന്നും പോകുന്നില്ല. കുറെ കഴിയുമ്പം അയാൾക്ക് വേറെ കല്യാണമൊക്കെ ആയി സെറ്റ് ആകുമ്പോഴത്തേക്കും ഞാനിവിടെ കണ്ട് വെള്ളം ഇറക്കി അങ്ങിരിക്കും. അത് തന്നെ നടക്കാൻ പോകുന്നത്. ഓ, 1 side ലോ? അതെങ്ങനെയാ? നല്ല രസമാണോ? അതെങ്ങനെയാ ഒരാൾക്ക് അറിയാതെ പ്രണയിക്കുമ്പോൾ അത്രയും നല്ല ഫീലിങ്സ് കിട്ടുക? അതെങ്ങനെ മനസ്സിലെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? എനിവേ, രണ്ടുപേരും അറിഞ്ഞു പ്രേമിക്കുന്ന ഏതായാലും നല്ലതല്ല. അങ്ങനെ പ്രേമിക്കാതിരിക്കുന്നത് നല്ലത്. തേപ്പ് കിട്ടി എവിടെയെങ്കിലും ഇരിക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് താൻ പറഞ്ഞ പോലെ 1 side ഡബിൾ സൈഡോ, അല്ല ഡബിൾ സൈഡ് അല്ല, 1 side അപ്പർ സൈഡോ ഒക്കെ നോക്കുന്നതാ. ഇപ്പം ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ എന്താന്നല്ലേ താൻ ചോദിച്ചേ? വെറുതെ ചോദിച്ചാടോ. വെറുതെ ഇരുന്നപ്പോ ഇങ്ങനെ എന്തൊക്കെയോ ചോദിക്കണമെന്ന് തോന്നി, അങ്ങനെ ചോദിച്ചതാ. ഇവിടെ പ്രത്യേകിച്ച് സംസാരിക്കാൻ ആരുമില്ലല്ലോ. ഓ, അങ്ങനെ സംസാരിക്കാൻ ആരുമില്ല എന്ന് ഓർത്ത് വിഷമിക്കണ്ട. ഇപ്പൊ ഇവിടെ ഞാനും വെറുതെ ഇരിക്കുന്നേ. നിങ്ങൾ എന്തെങ്കിലും കള്ളത്തരം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫേക്ക് മാരേജ് ആണോ, അതൊക്കെ ചെക്ക് ചെയ്യേക്കല്ലാതെ എനിക്കിവിടെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ. അപ്പൊ സംസാരിക്കണം തോന്നുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കാം. പിന്നെ ഈ ഡബിൾ സൈഡ് പ്രേമം അത്ര മോശമൊന്നുമല്ല കേട്ടാ. തേക്കുന്നവരുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ചിലരുണ്ടോ ജീവൻ പറിച്ചു കൊടുക്കുന്ന ചിലർ.
അത് അടിപൊളിയാ. അത് ഈ സ്നേഹിച്ചവർ മാത്രം അറിയാവും. ഞാൻ ഇതുവരെ ആ ഡബിൾ സൈഡിലോട്ട് പോയിട്ടില്ല. ഇപ്പോഴും ആ വൺ സൈഡിൽ കിടക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മളെ ആരും പറഞ്ഞല്ല മനസ്സിലാക്കേണ്ട. നമുക്കൊരാളെ ഇഷ്ടമാണ്, അയാളുടെ പ്രവൃത്തിയും അയാളുടെ ആ കുറേ സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് കണ്ട് മനസ്സിലാവണം. ഇപ്പൊ തന്നെ എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ സംസാരിക്കുന്ന എൻ്റെ സംസാരവും തന്നോടുള്ള അപ്രോച്ചും ഇതൊക്കെ വെച്ച് മനസ്സിലാക്കിയെടുക്കണം. മനസ്സിലായോ? അല്ലാതെ ഞാൻ പറഞ്ഞ് താൻ അറിയാൻ നോക്കരുത് കേട്ടോ. അപ്പൊ ശരിയെന്നാ. ഓ ആണല്ലേ. അല്ല നീ എന്താ പോയാ? ഓ ആ സാറെന്താ പറഞ്ഞിട്ട് പോയേ? ഉദാഹരണമായിരിക്കും. എന്നാലും ഉദാഹരണം ഇയാൾ അതിന് ഇങ്ങനെ പറയുന്നത്? ഓ അല്ലെങ്കിലേ മനുഷ്യന് നേരെ ചെയ്ത് ഇവിടെ ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് തലയ്ക്ക് വെട്ടുപിടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അയാൾ കുറേ കൂടെ കൺഫ്യൂഷൻ കോരിയിട്ടിട്ട് പോയി. അല്ലെങ്കിൽ അയാൾക്ക് പറഞ്ഞിട്ട് പോയിക്കോ, ഉദാഹരണമായിരിക്കും. ഇന്നലെ കണ്ട എന്നോട് അയാൾക്ക് പ്രേമം, അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതൊക്കെ എന്താണ് ചിന്തിച്ചു കൂട്ടുന്നത്? എൻ്റെ പൊന്നില്ലയോ? അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നമാവും. അതിൻ്റെ ഇടയിൽ കൂടെ നീയും കൂടെ വേണോ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പൊ ഞാൻ മമ്മിയോട് എൻ്റെ കൂട്ടിനൊരാളും കൂടെ ഉണ്ടെന്ന് പറയാമല്ലോ. പറയുന്നു അതായത് വീട്ടിൽ കേസ് അന്വേഷിക്കാൻ വന്ന അഡ്വക്കേറ്റുമായി ഈ തൈപ്പറമ്പിൽ വീട്ടിലെ മൂത്ത പുത്രനും എൻ്റെ മൂത്ത സഹോദരനുമായ ലിയോ സ്റ്റീഫൻ തൈപ്പറമ്പിലിന്റെ അവിഹിതം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവിഹിതത്തിന് വേണമെങ്കിൽ ഒരു പ്യൂറായിട്ടുള്ള റിലേഷൻഷിപ്പ് ആക്കാം. പക്ഷേ എൻ്റെ കൂടെ നിൽക്കണം. അയ്യോ ആണോ? മോൻ കഷ്ടപ്പെട്ട് പ്യൂർ ഉണ്ടാവും കേട്ടോ. പിന്നെ അവിഹിതം നടന്നു തന്നെ. എൻ്റെ പൊന്നുമോനെ, ഞാൻ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ വന്ന് നീ ഇവിടെ വിളമ്പേശ്വരനായിട്ട് വിളമ്പണമെന്നില്ല കേട്ടോ. ഇറങ്ങിപ്പോയ അയാൾ എന്തോ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് പോയത്. അത് മനസ്സിലാക്കാനുള്ള സെൻസ് ഓഫ് ഹ്യൂമറൊക്കെ എനിക്കുണ്ട്. നിനക്കത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ലീവ് ഇറ്റ്. ഓക്കെ. എനിക്ക് അവിഹിതം ഉണ്ടാക്കാൻ വന്നേക്കുന്നു, പ്യൂർ ഉണ്ടാക്കാൻ വന്നേക്കുന്നു. ഒന്ന് പോടാക്കാം. ഓ കർത്താവേ, ഇതിപ്പോ എങ്ങനെയെങ്കിലും ഒരു BL സെറ്റാക്കാന്ന് വിചാരിച്ചപ്പോ അങ്ങേര് അമ്പിനും വില്ലും അടുക്കുന്നില്ല. ഏട്ടന്മാര് പുലിയാണെങ്കിൽ ഞാൻ ഒരു ചെറിയ പൂച്ചയെങ്കിലും ആവും. നോക്കിക്കോ, കാണിച്ചു തരാം. പീറ്ററേട്ടാ, കുറെ നേരമായി വന്നിട്ട്. സോറേട്ടാ, ക്ലാസ് കഴിഞ്ഞിറങ്ങാൻ കുറച്ച് ലേറ്റായി. എന്താട്ടാ വല്ലാണ്ടിരിക്കുന്നത്? ഫോണിൽ കൂടെ പറഞ്ഞായിരുന്നല്ലേ, അതിന് എക്സ്ട്രാ വല്ലതും ഉണ്ടോ? എൻ്റെ പൊന്നും ബബ്ലു, എത്ര നേരമായടാ? കുറേ നേരമായോ എന്നിട്ട് വന്നിട്ട്. നീ ക്ലാസ് കഴിഞ്ഞ് നേരത്തെ ഇറങ്ങുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇത്ര നേരം എവിടെ ആയിരുന്നടാ ചുറ്റി തിരിഞ്ഞ് നടന്നേ? എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതിന് ഇത്തിരിയെങ്കിലും ആത്മാർത്ഥത കാണിക്കണം. അതറിയോ നിനക്ക്? എന്നിട്ട് എവിടെ? നിന്റെ കൂടെ ആരുമില്ലല്ലോ. നീ അയാളെയും കൊണ്ടേ വരുവോളെന്നും പറഞ്ഞല്ലേ പോയെ? പറഞ്ഞ വാക്ക് ആന ചേന എന്തൊക്കെ ഡയലോഗായിരുന്നു. എന്നിട്ട് എവിടെയാടാ? ഹലോ എക്സ്ക്യൂസ് മീ, ഞാൻ വല്ല ഏറ്റിട്ടുണ്ടെങ്കിലേ ഞാനത് ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്തു തന്നോണ്ടല്ലേ നിങ്ങൾ ഇപ്പോഴും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നത്. കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ. അയാൾ വരും, ടൈം ആവുന്നേ ഉള്ളൂ. അയാൾ എത്രയോ ടൈം ആകുമ്പോൾ ഈ പാർക്കിൽ വരാമെന്നാ പറഞ്ഞത്. അവിടെ അടങ്ങി നിൽക്കും. മുമ്പേ ചാടിത്തുള്ളി വന്ന് നിന്നിട്ട് ഞാനവിടെ എൻ്റെ ഫ്രണ്ട് എനിക്കൊരു കോഫി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ കോഫി കുടിക്കാൻ പോയി. നിങ്ങളിപ്പോഴും വരും ഞാൻ വിചാരിച്ചു. പിന്നെ അയാൾ പറഞ്ഞ ടൈം വേറെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് താമസിച്ചിട്ട് വന്നാൽ മതി എന്ന് വിചാരിച്ചു. അത് വലിയ തെറ്റാണോ? മുമ്പേ വന്ന് നിന്നിട്ട് മനുഷ്യൻ്റെ വായിരിക്കുന്ന ഏൽപ്പിക്കാനൊക്കെ. അയ്യ, ആത്മാർത്ഥത കാണിക്കാത്തതുകൊണ്ടാണ് ഓരോ പ്രശ്നവും പറഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനെല്ലാം ചെയ്തെന്നും അയാൾ തള്ളി തരുന്നത്. എന്നിട്ട് ഞാൻ തന്നെ വായിരിക്കുന്ന കേൾക്കാൻ വേണം. ഡാ നിനക്ക് ഈ ഇടയായിട്ട് കുറച്ച് നാക്ക് കൂടുന്നുണ്ട്. അത് ഞാൻ കുറച്ച് തരാട്ടാ. ഇപ്പോഴങ്ങനെ വരുമോ അവതാരം? വരും. അതൊക്കെ ദേ വന്ന്. അതാണ് താൻ പറഞ്ഞ കാർത്തിക്. ഇപ്പൊ MBBS സെക്കൻഡ് ഇയർ പഠിക്കുന്നു. അവനാണ് നിങ്ങളെ മറ്റവൻ്റെ കൂടെ പഠിച്ചത്. അതായത് ലൂക്കയുടെയും കാശിനാഥിന്റെയും കൂടെ പഠിച്ച ഒരേ ഒരു ലൂക്കയുടെ ഫ്രണ്ട്. അതായത് വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും അല്ല, അവര് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഇത്ര എനിക്കറിയാവൂ. ഞാൻ ഇത്രയാണ് ചോർത്തിയത്. ഇതോ വരുന്നുണ്ട്. പോയി മിണ്ടേ സംസാരിക്കുക. എന്താന്ന് വെച്ചാൽ ചോദിച്ചിട്ട് വാ. അല്ല, നീ വരുന്നില്ലേ? ഇല്ല, ഞാനില്ല. ഞാൻ ആ മരത്തിന്റെ കൂട്ടി കാണും. അവിടെ ഇരിക്കാം. നിങ്ങൾ സംസാരിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. പിന്നെ പറഞ്ഞ കാര്യം മറക്കരുത്. 2 സിപ്പപ്പ് 2 ഐസ്ക്രീം അനിയത്തിക്ക് കൊണ്ട് കൊടുക്കാനുള്ളതോ. പോയിട്ടോ. മറക്കൂല. അത് എപ്പോഴത്തെ അല്ലേ. പിന്നെ ഈ 2 എന്ന് പറയുന്ന ഒരെണ്ണമല്ലേ അനിയത്തിക്ക് പോകുന്നുള്ളൂ. ബാക്കി നിന്റെ അണ്ണാക്കിലോട്ടല്ലേ പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട. അങ്ങോട്ട് മര്യാദയ്ക്ക് പോയിരിക്കാൻ നോക്ക്. ഞാൻ സംസാരിച്ചിട്ട് അറിയാന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് വരാം കേട്ടോ. അതെ, അവളല്ല ജോലി ചെയ്യുന്നത്, ഞാനാ. പിന്നെ അവളോടുള്ള സ്നേഹം കൊണ്ട് 2 എണ്ണം പറയുന്നത് കേട്ടാ. വലിയ ഗുണാധികാരം പറയാൻ വന്നിരിക്കുന്നു.
പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരിക്കുക. എക്സ്ക്യൂസ് മീ, കാർത്തിക് അല്ലേ? ഹായ്, ഐ എം പീറ്റർ. ഞാൻ തന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചത്. പീറ്റർ ചാനല്ലേ? ഐ നോ യു. എനിക്കറിയാം ഈ ചാനൽ. ലൂക്കയുടെ ഏട്ടനല്ലേ? വാട്ട് ഈസ് സർപ്രൈസ്. ഞാൻ നിങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഈ ചേന ഓർമ്മ വഴിയില്ല. ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും മറക്കില്ല, കാരണം നിങ്ങളൊക്കെ അത് നല്ല കമ്പനിയായിരുന്നു. ഇച്ചാൻ എന്താ എന്നോട് ചോദിക്കാനുള്ളത്? അല്ലെങ്കിൽ എന്താ എന്നോട് പറയാനുള്ളത് പ്രത്യേകിച്ച്? ആ, നീ പറഞ്ഞ ശരിയാ കാർത്തിക്. ഒരുപാട് പേര് വന്നുകൊണ്ട് വലിയ പിടുത്തമൊന്നുമില്ല. എങ്കിലും നിന്നെ കണ്ടപ്പോൾ എവിടെ ഓർമ്മ ഉള്ള പോലെ ഉണ്ട്. എനിവേ, ഞാൻ നിന്ന് താമസിക്കുന്നില്ല. പോയിട്ട് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുമാത്രമല്ല, നിനക്കും ഒരുപാട് തിരക്കൊക്കെ ഉള്ളതല്ലേ. ഭാവിയിലെ ഡോക്ടറല്ലേ. സോ ഞാൻ കാര്യം പറയാം. നിങ്ങളുടെ ലാസ്റ്റ് ട്രിപ്പ് ഓർമ്മയുണ്ടോ? ഐ മീൻ, ലൂക്ക, നിങ്ങളെല്ലാവരും കൂടെ സ്പൈൻ ദി ബോട്ടിൽ ഗെയിം കളിച്ച ആ ട്രിപ്പ്. അന്നത്തെ ദിവസത്തിനെ കുറിച്ച് എനിക്ക് നിന്നോട് ചോദിക്കാറുള്ളത്. അതെങ്ങനെ മറക്കാനാ? ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൂമെന്റ്സ് അല്ലേ അതൊക്കെ. അന്ന് ലൂക്കയൊക്കെ കാണണമായിരുന്നു. എന്തൊരു ഇഞ്ച് പരുവായിരുന്നു എന്ന് പറയാം, അടിച്ചടിച്ച്. അതൊന്നും മറക്കാനേ പറ്റത്തില്ല. എൻ്റെ ലൈഫിൽ അത്രയും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൂമെന്റ്സ് പിന്നെ ഉണ്ടായിട്ടേ ഇല്ല. സോ അതൊന്നും മറക്കത്തില്ല. അല്ല, അന്നത്തെ എന്താ ചോദിക്കാനുള്ള സ്പൈൻ ബോട്ടിലൊക്കെ പറയുന്നത്? അത് ചുമ്മാ തമാശയെ കളിച്ചതാ ഞങ്ങള്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചായ? ഇഷ്യൂ ഒന്നുമില്ല. ഇതുപോലെ ചുമ്മാ ഇരുന്നപ്പോൾ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇടയ്ക്ക് ലൂക്ക ആ സ്റ്റോറി എന്ന് പറഞ്ഞായിരുന്നു. സ്പൈൻ ദി ബോട്ടിൽ കളിച്ചതും ലൂക്ക കാശിനാഥ് എന്ന് പറയുന്ന പയ്യന് ഡയർ വെച്ചതും പിന്നെ ആ പയ്യൻ ലൂക്കയെ തന്നെ കിസ് ചെയ്തതും അത്രേ പറഞ്ഞോളൂ. ബാലൻസ് പറഞ്ഞില്ല. സോ അതിനുശേഷം എന്താ നടന്നതെന്ന് അറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി. ഇപ്പോൾ ലൂക്കയുടെ ബെസ്റ്റ് ഫ്രണ്ട്സായ അർജുനോടോ സിൻ്റെയോടോ ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പോയി അവനോട് അതുപോലെ പറയും. സോ ഞാൻ വിചാരിച്ചു തൻ്റെ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് ചോദിക്കാമെന്ന്. നമുക്കൊരു കഥ അറിയണമെങ്കിൽ എന്ത് റിസ്ക് എടുക്കണമല്ലോ. അതുകൊണ്ട് എടുത്ത റിസ്ക്കാണ്. തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിനുശേഷം എന്താ നടന്നതെന്ന് പറയാമോ? എന്ത് ബുദ്ധിമുട്ട്? അതിനെന്താ പറയാമല്ലോ, വൈ നോട്ട്. അതിനുശേഷം അങ്ങനെ പറയത്തൊക്കെയായിട്ട് വരുന്നൊന്നും നടന്നില്ല. ചെറിയൊരു ആർഗ്യുമെൻറ്റും ഇഷ്യൂസൊക്കെ അവിടെ ഉണ്ടായി ഇതിനെക്കുറിച്ച്. ഇവർ ഗേ കപ്പിൾസ് ആണെന്നും അങ്ങനെ ചെറിയ ചെറിയ ടോക്സൊക്കെ വന്നതിന് ശേഷം എല്ലാവരും എണീച്ച് പോയി ബെഡ്റൂംസിലോട്ടൊക്കെ പോയി. അതിനുശേഷം അർജുനും കാശിയും, അർജുനും ലൂക്കയും, കാശി, അബി ഇവരെല്ലാവരും റൂമിൽ പോയായിരുന്നു. അർജുനും ലൂക്കയും മാത്രം അവിടെ ഇരുന്നായിരുന്നു. രണ്ടെണ്ണം അടിച്ചിട്ട് പോവാടാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ടും ഇവരെ കാണാത്തതുകൊണ്ട് സാർ ഞങ്ങളെ പറഞ്ഞു വിട്ടായിരുന്നു ഒന്ന് പോയി നോക്കാനിട്ട്. അങ്ങനെ ഞാനും ഷാമും കൂടെ വരുമ്പോഴത്തേക്കും രണ്ടും അടിച്ച് ഫ്ലാറ്റായിരുന്നു ചായ. പിന്നെ ഷാമ് അർജുനെയും കൊണ്ട് റൂമിലോട്ട് പോയി. ഞാനായിരുന്നു നമ്മുടെ ലൂക്കേനെ കൊണ്ട് പോയത്. പോകുന്ന വഴിക്ക് അവൻ്റെ റൂമിലേക്ക് പോകാൻ തയ്യാറാവുന്നില്ല. ഭയങ്കര പ്രശ്നവും ബഹളമൊക്കെ ഉണ്ടാക്കി, സൂയിസൈഡ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അറ്റ് ലാസ്റ്റ് അവൻ എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു കാശിയുടെ റൂമിലോട്ടാണ്. ഒരുവിധം ഞാൻ കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിച്ചതാ. പക്ഷെ അവൻ അവിടെ പോയേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അവൻ എൻ്റെ പേര് ചോദിച്ചിട്ട് ചാവും. ഇമാതിരിയായിരുന്നു ഭീഷണിയൊക്കെ. പിന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാരും വേറെ ഗസ്റ്റൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ റെസ്റ്റോറൻറ്റിൽ. പിന്നെ ഞാൻ വലിയ ഇഷ്യൂ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവനെ കാശിയുടെ അടുത്തേക്ക് കൊണ്ടാക്കി. അന്ന് അവൻ അവിടെ കിടന്നേന്ന് തോന്നുന്നു. രാവിലെ അവൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നതാണ് കണ്ട റൂമിൽ നിന്ന്. പക്ഷെ മോർണിംഗ് ഞാൻ കാശീനെ അബീനെയും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നോട് അറിഞ്ഞ് കാശിയുടെ ഫാമിലി മൊത്തത്തിൽ എന്താ ആക്സിഡൻ്റായി മരിച്ചു. അതിൻ്റെ അവൻ രാവിലെ തന്നെ പോയത്, അവർ രണ്ടുപേരും അർജൻറ്റായിട്ട് പോയത് എന്നറിഞ്ഞു. അപ്പോൾ അന്ന് ലൂക്ക കാശിയുടെ റൂമിൽ തന്നെ ആയിരുന്നല്ലേ സ്റ്റേ ചെയ്തത്? എന്താ സംശയം? ഓഫ് കോഴ്സ് അതെ. ഞാനെങ്ങനെ ഇനി അവൻ റൂമിൽ പോയി കിടന്നു എന്ന് അറിയാനായിട്ട് രാവിലെ ഞങ്ങളെല്ലാം പാക്കപ്പ് ചെയ്ത ടൈമിൽ അവനെ വിളിക്കാൻ പോയായിരുന്നു. അപ്പോൾ അവൻ റൂമിലില്ല. സോ അവൻ എന്തായാലും കാശിയുടെ റൂമിലായിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം രാത്രി ഞാൻ അവനോടാണല്ലോ കൊണ്ടാക്കിയത്. അങ്ങനെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പോയ ടൈമിൽ അവൻ പുറത്തോട്ട് ഇറങ്ങിയത്. പിന്നെ ഇവിടെയാണ് കിടന്നതെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങ് പോവുകയും ചെയ്തു. പിന്നെ ഞാൻ വേറെ ഒന്നും ചോദിക്കാനില്ല. അതിനുശേഷം ഞങ്ങളാരും കണ്ടേന്നില്ല. സെൻഡ് ഓഫ് കഴിഞ്ഞു, എല്ലാവരും പോയി. അതിനുശേഷം കാശിനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അവൻ സെൻഡ് ഓഫിന് വന്നിട്ടില്ല, മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ വന്നിട്ടില്ല, എക്സാം പോലും എഴുതാൻ വന്നില്ല. സോ കാശിയായിട്ട് ആർക്കും യാതൊരു ടച്ചും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ലൂക്ക ഞങ്ങളൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും വല്ല മെസ്സേജിലൂടെയും വല്ല കോൺടാക്ട്സ് ഉള്ളത് തന്നെ. അല്ലാണ്ട് ഇപ്പം എനിക്ക് ലൂക്കയോ അല്ലെങ്കിൽ സിൻ്റെയോ അല്ലെങ്കിൽ അർജുനോ അവരാരുമായിട്ടും കോൺടാക്ട്സ് ഇല്ല. അവരാരുടെയും കയ്യിൽ എൻ്റെ നമ്പരും ഇല്ല. അതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നെ എന്താ നടന്നതെന്നുള്ള വലിയ കാര്യങ്ങളൊന്നും എനിക്കില്ല. എന്തായാലും അവൻ അന്ന് അവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തത്. എന്താ ഏട്ടാ, നീ വല്ല പ്രശ്നമുണ്ടോ? പ്രോബ്ലം ഒന്നുമില്ല. എനിക്കിത് അറിയാമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി. ബാക്കി എന്താ നടന്നിരുന്നത്? പിന്നെ ഇപ്പോൾ ബാക്കി കാർത്തിക്കിന് അറിയില്ലല്ലോ, പിന്നെ ചോദിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ശരി കാർത്തിക്, ഇത് ചോദിക്കാനാണ് വിളിച്ചത്. ഡിസ്റ്റർബൻസ് ഒന്നും ആയില്ലല്ലോ അല്ലേ? എനിവേ ബൈ എന്നാ. എന്ത് ഡിസ്റ്റർബൻസ്? എന്തായാലും ഏട്ടൻ ലൂക്കെ ചോദിച്ചെന്ന് പറഞ്ഞേക്ക്. ശരി ഏട്ടാ, ബൈ. എന്തായി? കണ്ടുപിടിക്കാൻ പോയതൊക്കെ കണ്ടുപിടിച്ചോ? കിട്ടാനുള്ള രഹസ്യങ്ങളൊക്കെ കിട്ടിയോ? എന്താ
നിങ്ങൾ വിചാരിച്ചതും. പിന്നെ മറ്റേയാളുടെ പേരെന്താ, റാം. റാം പറഞ്ഞത് തന്നെയാണ് സത്യം. അതാണ് അയാൾ തള്ളിയതോ? റാമ് പറഞ്ഞ എല്ലാം സത്യവാടാ മോനെ. ഞാൻ വെറുതെ അവനെ തെറ്റിദ്ധരിച്ചു. നീ വാ, നിനക്കെന്താ സിപ്പവും ഐസ്ക്രീമും അല്ലേ? വാ, വാങ്ങിത്തരാം. നിനക്കതും വാങ്ങി തന്നിട്ട് വേണം എനിക്ക് ഞാൻ റാമിനെ പോയി കാണാൻ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേറെ വലിയൊരു ദൗത്യമുണ്ട്. അതിനി എപ്പോഴാണാവോ ചെയ്ത് തീർക്കാൻ പോണേ. വാ. ലീലക്കണ്ണ, നിൻ്റെ മുരളി, നീ എന്താടാ ഇഞ്ചി അടിച്ച് അണ്ണാനെ പോലെ ഇരിക്കുന്നത്? എഗെയിൻ എനി പ്രോബ്ലം ബ്രോ? എഗെയിനായിട്ട് ഇവിടെ ഏതായാലും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ തന്നെ എൻ്റെ പ്രശ്നം. അതിൻ്റെ ഇടയിൽ കൂടെ നീ ഓവർ ഡയലോഗ് അടിച്ച് ചളാക്കല്ലേ എൻ്റെ പൊന്നബി. എടാ, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷന് ക്യാഷ് കൊടുത്ത ആളുടെ പേര് ലൂക്ക സ്റ്റീഫൻ തൈപ്പറമ്പിൽ. എന്നോട് അഗസ്റ്റിൻ സാർ പറഞ്ഞു ഇഷ മാം ആയിരിക്കും കൊടുത്തതെന്നല്ലേ നമ്മൾ വിചാരിച്ചത്. അഗസ്റ്റിൻ സാർ പറഞ്ഞു ഫ്രാൻസിസിനോട് പോയി ചോദിക്കുക, ഇഷ മാം ആയിരിക്കും കൊടുത്തത്. ചിലപ്പോൾ ഫ്രാൻസിസ് വിളിച്ച് പറഞ്ഞിട്ട് ഇഷ മാം ഡയറക്റ്റ്ലി അയച്ചു കൊടുത്തായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫ്രാൻസിസിനോട് പോയി ചോദിച്ചപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു ഇല്ല, മാമിൻ്റെ ഫോൺ ഇതുവരെ കണക്റ്റ് ആയിട്ടില്ല, മാം ഇതുവരെ വിളിച്ചിട്ടില്ല. എഗെയിൻ എനിക്ക് എന്തൊക്കെയോ മിസ്റ്റേക്കും ഡൗട്ടൊക്കെ തോന്നിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചു. അപ്പോഴേ പറഞ്ഞ ലൂക്ക സ്റ്റീഫൻ തൈപ്പറമ്പിൽ എന്നുള്ള പേരിൽ പൈസ അവിടെ കൊടുത്തേക്കുന്നത്. അത് അത്രയുള്ള ഒരു ഹെൽമെറ്റൊക്കെ വെച്ച് ഒരു മാസ്കൊക്കെ വെച്ചൊരു ബോയിയാണ് ചെയ്യുന്നത്. പൈസ കൊടുത്തു, ഇന്ന പേഷ്യൻറ്റിന് വേണ്ടിയാണെന്നും പറഞ്ഞു. അവർ വിളിക്കുവാണെങ്കിൽ പേരൊന്നും പറയണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെ വിളിച്ച് നമുക്കറിയാമെന്നുള്ള ആൻറ്റി ഇല്ലേ, സൂപ്രണ്ട് ആൻറ്റി, ഞാൻ ആൻറ്റീനെ വിളിച്ചത്. ഡോക്ടേഴ്സിനെ വിളിച്ചാൽ അവർ പേര് പറയത്തില്ല. കാരണം ലൂക്കയാണ് കൊണ്ട് കൊടുത്തെങ്കിൽ പോലും നല്ല പ്രഷർ ഉണ്ടായിരുന്നു പറയരുതെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ ആൻറ്റി അവിടെ ആ ടൈമിൽ ഉണ്ടായിരുന്നുകൊണ്ട് കേട്ടതുകൊണ്ട് നമുക്കറിയാൻ പറ്റി. എനിക്ക് മനസ്സിലാവാത്ത ലൂക്ക എന്തിനാ പൈസ കൊണ്ട് കൊടുത്തേന്നാ? അല്ലെങ്കിൽ തന്നെ അത് അവനാവാൻ യാതൊരു വഴിയില്ല. നീ എന്നെ ചിന്തിച്ച് നോക്കി, 24 മണിക്കൂർ എന്നെ തള്ളയ്ക്കും പിള്ളയ്ക്കും വിളിച്ച് നടക്കുന്ന അവൻ പോയി പൈസ കൊടുക്കും നടന്നേനെ. അല്ലെങ്കിൽ അവ ഇതെങ്ങനെ അറിയാനും യാതൊരു വഴിയില്ല. സോ ലൂക്കയുടെ പേരിൽ വേറെ ആരോ കളിക്കുന്നുണ്ട്. എന്ത് കളിക്കുന്നുണ്ടെന്ന്? എൻ്റെ പൊന്ന് കാശി, നീ കാട് കയറി ചിന്തിക്കല്ലേ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എടാ ഇനി എങ്ങാനും ആരെയും കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോൾ നല്ല കാര്യമല്ലേ നടന്നത്. നീ എന്നെ ആലോചിച്ച് നോക്ക്. അനിയത്തിന് ഓപ്പറേഷൻ എന്തായാലും അടുത്ത ആഴ്ചയ്ക്ക് ആക്കിയില്ലേ? ആടാ, നല്ല കാര്യമാണ് നടന്നേ, അല്ലാന്ന് ഞാൻ പറയുന്നുമില്ല. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് എങ്ങാനും ഇത്രയും പൈസയ്ക്ക് വേണ്ടി നമ്മളോട് വന്ന് ചോദിച്ചാലോ എവനെങ്കിലും നമ്മളതിലുണ്ടോ കൊടുക്കാൻ? എനിക്ക് തോന്നുന്നു ആദ്യം നന്നായിട്ട് നിന്നിട്ട് പിന്നെ എന്തെങ്കിലും കാണിക്കുന്ന ഒരു തെണ്ടിത്തരം പിടിച്ച ട്രാപ്പൊട്ടല്ലോ ഇപ്പോൾ. അങ്ങനെ വല്ല ഉഡായ്പ പരിപാടിയാണെങ്കിൽ എൻ്റെ പൊന്ന് അബി, അനിയത്തിയുടെ ജീവൻ വെച്ചാൽ കളിക്കുന്നത്. ആ പരിപാടിക്കൊന്നും എന്നെ കിട്ടത്തില്ല. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ ഇത് ആരെ കൊണ്ടു കൊടുത്തേന്ന് ഇത് തിരക്കായിരുന്നു. ഇതിപ്പോൾ ഇനി അവനോട് പോയി ചോദിക്കാൻ പറ്റുമോ? കടിച്ചീർ തിന്നാൻ നിൽക്കുന്ന അവനോട് എന്ത് മാങ്ങയെന്നും പറഞ്ഞ് പോയി ചോദിക്കാൻ അല്ലെങ്കിൽ തന്നെ അത് അവൻ വഴിയില്ല. നിനക്ക് നല്ലത് വന്നാലും കുറ്റം, നല്ലത് വന്നില്ലെങ്കിലും കുറ്റം. എൻ്റെ പൊന്നു കാശി, ഞാൻ പറയുന്നേക്ക്, ഇപ്പം എന്തായാലും ആ പൈസ ആരായാലും അവിടെ കൊണ്ടു കൊടുത്തത് അയാൾ നമ്മൾ ദൈവത്തെ പോലെ കാണണ്ടേ. പിന്നെ അത് നല്ലതിനാന്ന് വിചാരിച്ചോ. എന്തായാലും അടുത്ത ആഴ്ചയിൽ അനിയത്തിന് ഓപ്പറേഷൻ വെച്ചേക്കുന്നേ. ഓപ്പറേഷൻ നടക്കുമോ നോക്കട്ടെ, എന്തായാലും നടക്കട്ടെ. നിനക്കറിയാലോ, അത് കൊണ്ടു കൊടുത്ത് എങ്ങാനും ലൂക്കാണെങ്കിലും അല്ലെങ്കിൽ വേറെ ആരും ആയിക്കോട്ടെ, ആരായാലും ഇഷ മാമിന് എന്തായാലും ആ കാര്യം അറിയില്ല. അപ്പോൾ ഇഷ മാം ധാരാളം പൈസ നമുക്ക് തരുമ്പോഴത്തേക്കും അങ്ങനെ ഒരാൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ പൈസ അയാൾക്ക് അങ്ങ് എടുത്തു കൊടുത്താൽ പോരെ? അതോടെ ആ കടമങ്ങ് തീർന്നു പോരെ? അതുകൊണ്ട് എൻ്റെ പൊന്നാര മോനെ കാശി, നീ കൂടുതൽ ടെൻഷൻ അടിച്ച് തല പോയിക്കേണ്ട കേട്ടോ. ഹാപ്പി ആവും. പ്രോബ്ലം ഒന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്നാലും അത് ആരായിരിക്കൂടാ? ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. താൻ നാളെ നിന്നേ. താൻ പറഞ്ഞേക്കെ സത്യമായിരുന്നു. ഞാൻ ആ കാർത്തിക്കിനെ കണ്ടുപിടിച്ച് അവനെ കണ്ടിട്ട് വരുന്ന വഴിയാണ്. അവനോടെല്ലാം പറഞ്ഞു. അവനെ ആ റൂമിൽ കൊണ്ടാക്കിയെന്നു. രാവിലെ എവനാ പോയി വിളിച്ചുണർത്തിയെന്നൊക്കെ പറഞ്ഞു. സോറിടോ, തന്നെ തെറ്റിദ്ധരിച്ചേനെ. ഞാനോ സോറിയൊന്നും വേണ്ട. എൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ അപ്പോൾ പറയാമല്ലോ അല്ലേ? എല്ലാവരും ആയോ? ഞാൻ എല്ലാവരും വിളിപ്പിച്ചത് ഇമ്മാനുവൽ സാർ ഇപ്പം വീട്ടിലില്ലാത്ത ടൈമിലാണ് എല്ലാവരും വിളിപ്പിച്ചത്. 2 ദിവസമായിട്ട് മമ്മിയുടെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു, കണക്റ്റ് ആവുന്നുമില്ലായിരുന്നു. പക്ഷെ ഇതാ ഫ്യൂ മിനിറ്റ്സ് ഒക്കെ മമ്മി ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ നിങ്ങളുടെ പപ്പ നല്ല കലിച്ചാണ് നിൽക്കുന്നത്. സോ
അവിടുത്തെ കാര്യമേ നടക്കൂലെന്നും പറഞ്ഞ് രണ്ട് വഴിക്ക് നിൽക്കുക. ഇവിടുത്തെ കാര്യവും കൂടെ അങ്ങനെ ആക്കരുതെന്ന് അമ്മ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ അല്ലേ? ഇമ്മാനുവൽ സാറിന് നല്ല സംശയമുണ്ട്. ഇഷാമ്മ ഫോൺ എടുക്കാത്തതുകൊണ്ട് ഇഷമ്മളുടെ ഫോണിലോട്ട് ഇമ്മാനുവൽ സാർ ഒരുപാട് വോയിസ് അയച്ചിട്ടുണ്ടെന്ന്. മാം പറഞ്ഞ പോലെ അല്ലല്ലോ, മക്കളും അപ്പനും തമ്മിൽ നല്ല യോഗ്യത്തിലല്ലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഈ സംശയങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ആ സംശയങ്ങളൊക്കെ നിങ്ങളായിട്ട് തന്നെ മാറ്റുക. എല്ലാവരോടും പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും വാശിയും കലിയായിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താ ഉദ്ദേശിച്ചെന്ന്. എത്രത്തോളം ആക്റ്റീവായിട്ടും എത്രത്തോളം ജീവിക്കാൻ പറ്റും അത്രത്തോളം ജീവിക്കാം. കാശി ഈസ് റെഡി ഫോർ എവറിത്തിങ്. പക്ഷെ നിങ്ങളാണ് ഇലയ്ക്കും മുള്ളിനും എടുക്കാൻ നിൽക്കുന്നത്. പിന്നെ ഇത് കാശിയുടെ ആവശ്യമില്ല, അവൻ എല്ലാത്തിനും റെഡി ആയാലും നിങ്ങളുടെ ആവശ്യമാണ്. അവന് കിട്ടാനുള്ളത് അവൻ അഭിനയിച്ച് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ ഇവിടെ നടന്നാലും നടന്നില്ലെങ്കിലും അവന് കൊടുക്കാനുള്ളത് കൊടുക്കും. നിങ്ങളായിരിക്കും തെരുവിലോട്ട് ഇറങ്ങാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മ ഉണ്ടല്ലോ? ഇല്ലെങ്കിലേ ഇനി ഞങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഇത് ഞങ്ങൾ തരുന്ന വാക്കാം. അമ്മ ഇത്രയും കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ലൂക്കയും ലൂയിസും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ പോയി. അങ്ങനെ തന്നെ അല്ലേ? ആ അതെ. ഇനി ഞങ്ങളായിട്ടൊരു ഇഷ്യൂവിന് പോകത്തില്ല. ഞങ്ങളുടെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ടാണ് മമ്മ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പം ഞങ്ങളുടെ ഭാഗം ജയിക്കാൻ ഞങ്ങളുടെ എന്ത് തെണ്ടിത്തരത്തിനും തയ്യാറാണ്. എന്ത് തെണ്ടിത്തരത്തിനും. ദൈവമേ, ഇതെന്തിനും എന്നെ നോക്കി പറയുന്നേ? അങ്ങോട്ട് നോക്കണ്ട. അപ്പം ശരി, എന്നാ വിട്ടോ. അധികം ഇങ്ങനെയൊന്നും സംസാരിക്കണ്ട. പുള്ളിക്കാരൻ എന്തെങ്കിലും ഡൗട്ട് അടിച്ചാൽ പോയി തീർന്നു. എന്നാ പൊക്കോ എല്ലാവരും. ഡാബി, നീ ഇതെങ്ങോട്ടാ വരുന്നില്ലേ? ആടാ ഞാൻ വരാം. എടാ, ഞാൻ എൻ്റെ ഫോണേ ഈ വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അപ്പുറത്ത് എവിടെ വെച്ച് മറന്നു. ഞാൻ ഒന്ന് പോയി തപ്പി കണ്ടുപിടിച്ചിട്ട് വരാവേ. നീ വിട്ടോ, ഞാൻ വന്നേക്കാം. ശരിടാ. ആ എവിടെയാടാ ഈ വാണം വിട്ടാലോ ഓടുന്നേ? ലൂയിസേ, അത് പിന്നെ ഞാൻ ഒരു സാധനം മറന്നു വെച്ചു, പോയി നോക്കട്ടെ. എന്ത് സാധനം? നീ എന്ത് സാധനം മറന്നു വെച്ചെന്ന്? എന്തോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒരു സാധനം മറന്നു വെച്ചു, അത് മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ പോരെ. അയ്യോ, ഓരോന്ന് കിട്ടി ചോദിക്കാൻ വേണ്ടി വന്നോ. കർത്താവേ, ഇവന് വട്ടായ. ഇവ എന്ത് സാധനം മറന്നു വെച്ചെന്ന് ഇവന് ഓർമ്മയില്ല. പിന്നെ ഇത് എന്തെടുക്കാനാ ഓടുന്നേ? ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാണല്ലോ ഈ വീട് മുഴുവൻ. ഓ, അതിനിടയ്ക്ക് ബുദ്ധിയുള്ള ഞാൻ മാത്രം പെട്ടുപോയി. ഓ, ഇത് ഞാൻ ഇവിടെ ആയിരുന്ന വെച്ചിരുന്നേ. വെറുതെ അല്ല കാണാത്ത പണ്ടാര ഫോണ്. ഇയാളെന്താ ഇവിടെ? എന്താ മുമ്പിൽ നിന്ന് മാറിക്കേ, ഞാൻ പോട്ടെ. മാറിയില്ലെങ്കിൽ ഏതായാലും ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞതാ എനിക്ക് നിന്നോട് മുടിഞ്ഞ പ്രേമമാണ്. എന്നിട്ട് നീ കേട്ടില്ല. നിന്നോട് ഞാൻ അത്രയും വർണ്ണ മനോഹരമായി വിവരിച്ചു വരെ പറഞ്ഞതാ. ഹാർപ്പിക്ക് വെച്ച് കഴിയാൻ പോവാത്ത 2 കൃമികൾ. അതുപോലെയാണ് എൻ്റെ പ്രേമം. എന്നിട്ട് പോലും നീ എൻ്റെ പ്രണയം അംഗീകരിക്കുന്നില്ല അല്ലേ? ഓക്കെ, ഫൈൻ. ഐ നോ. മാറിയില്ലെങ്കിൽ താ മാറട്ടാ. അവിടെ തന്നെ നിന്നോ, ഞാൻ അപ്പുറത്തൂടെ പോയിക്കോളാം. പിന്നെ ഈ ഹാർപ്പിക്ക് വെച്ച് കഴിവിട്ട് പോകാത്ത 2 കൃമികളിൽ ഒരു കൃമി താനാണെന്ന് എനിക്ക് മനസ്സിലായി. മറ്റേ കൃമി തൻ്റെ ആ പെണ്ണുപിടിയൻ തന്തയാണോ അതോ തൻ്റെ അഹങ്കാരത്തിന് കൈയും കാലും വെച്ച അനിയനാണോ? എനിക്ക് നന്നായിട്ട് അറിയാൻ നിനക്ക് നല്ല തമാശ പറയാനുള്ള കഴിവുണ്ട്. അതാരായിട്ട് വേണോ നീ വിചാരിച്ചോ. പക്ഷേ എൻ്റെ ഹൃദയത്തിന്റെ മനസ്സിന്റെ കൊട്ടാരത്തിൽ എൻ്റെ മനസ്സിന്റെ പ്രണയത്തിന്റെ കൊട്ടാരത്തിൽ ആ കൃമികൾ ഒന്ന് നീയും ഒന്ന് ഞാനുമാണ്. ഇനിയെങ്കിലും നീ എൻ്റെ പ്രണയം അംഗീകരിക്കൂലേ? അല്ലെങ്കിൽ മനസ്സിലാക്കൂലേ? ഞാൻ ഇനിയും അഭിനയിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇതിനും വലിയ അടവുകൾ എനിക്ക് എടുക്കേണ്ടി വരും. പ്ലീസ്, അഭിനയിക്കുകയാണെന്ന് മാത്രം പറയരുത്. ഇത് നല്ല കഥ. ഒരാൾ അഭിനയിക്കുന്നുണ്ട്, പിന്നെ അഭിനയിക്കുന്നതല്ലാതെ പിന്നെ നൃത്തം കളിക്കുന്നെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് മാറോ. താൻ അഭിനയിക്കുന്നതാണെന്നും താൻ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്നും എനിക്ക് നല്ലപോലെ അറിയാം മോനെ ലൂയിസേ, കേട്ടോ. തൻ്റെ ഉദ്ദേശം ഏതായാലും നടക്കാൻ പോകുന്നില്ല, കേട്ടോ. പൊന്നാരമ്മ വഴിയിൽ നിന്ന് മാറും, ഞാൻ പോട്ടെ. അങ്ങനെ പോലെ നിക്ക് സംസാരിക്കട്ടെ. ഇതെന്തിനുള്ള പുറപ്പാടാ?
എൻ്റെ പഴശ്ശിനി കടവ് മുത്തപ്പ എന്നെ കാത്തുരക്ഷിക്കണേ. അയ്യോ മൂത്തോക്കണ്ട, പേടിയാണ്. പൊന്നുമോനെ, നിന്റെ പരിങ്ങല കണ്ടറിയാം, നിനക്ക് ഞാൻ അടുത്തോട്ട് വരുന്ന പോലും താങ്ങാൻ പറ്റില്ല. അയ്യോ ഇയാള് തങ്ങോട്ട്. നോക്ക്, നീ ശ്വസിക്കുന്നതിൻ്റെ ശ്വാസം പോലെ എൻ്റെതൊക്കെ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് നീ വിചാരിക്കരുത്. പക്ഷേ നിന്റെ സമ്മതമല്ലാതെ നിന്റെ ഒരു കൺപീലി പോലും ഞാൻ തൊടത്തില്ല. അനേകം തവണ ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോഴൊക്കെ നീ പറയാ ഞാനത് അഭിനയിക്കാണ്, നിന്നെ തോൽപ്പിക്കാനാണ്. അതിനാണെങ്കിൽ അങ്ങനെ പറഞ്ഞു തന്നെ ഞാൻ ചെയ്യും. അല്ലാതെ കള്ളത്തരം കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല, കേട്ടോ? പിന്നെ ഇവിടെ നടന്നതോ ഇവിടെ ഈ കാണിച്ചതോ ഒന്നും കൂട്ടുകാരനോട് പോയി പറയാൻ നിൽക്കണ്ട. അത്ര നല്ലതല്ലോ നടന്നത്. പിന്നെ നീ എൻ്റെ അടുത്ത് ഇത്രയും അടുത്ത് വന്ന് നിന്നെന്ന് പറയുമ്പോൾ കൂട്ടുകാരന് ചിലപ്പോൾ ജലസ് അടിച്ചാലോ. അതുകൊണ്ട് തൽക്കാലം ഇതൊന്നും പോയി അവിടെ വിളമ്പി കൊടുക്കാൻ നിൽക്കണ്ട, കേട്ടോ? ഇനി എൻ്റെ മോനൊന്ന് ശ്വാസം വിട്ടോ. അപ്പം ശരി എന്നാ. അതെ, നമുക്ക് ഇനി ഇങ്ങനെയൊക്കെ കാണണം, കേട്ടോ? കാണാം. പോടോ മഹാഭാവി. ഇതൊന്നും അവനോട് പറയാനും പറ്റത്തില്ലല്ലോ. തന്നോടൊക്കെ ദൈവം ചോദിക്കൂടോ, ദൈവം. ലൂക്ക, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമായിരുന്നു. ഇപ്പോൾ ടൈമുണ്ടോ? ഇവനെന്താ എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ളത്? കുറച്ച് മുമ്പ് അടിച്ചിട്ട് ഇപ്പോൾ വന്ന്. എന്താ പറ. അതിനോ യെസ്റ്റർഡേ ഞാൻ തന്നെ വല്ലാണ്ട് ഉപദ്രവിച്ചു എന്ന്. ഐ മീൻ അടിച്ചത് കുറച്ച് കൂടിപ്പോയി. സത്യത്തെ അറിഞ്ഞുകൊണ്ടല്ല, ഞാനപ്പോൾ വേറെ കുറച്ച് ഇഷ്യൂസിൻ്റെ സ്ട്രെസ്സിലൊക്കെ ആയിരുന്നു. അതിൽ പറ്റിപ്പോയതാ. ഐ എം റിയലി സോറി. ആൻഡ് അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്, കളഞ്ഞേക്ക്. പിന്നെ ഞാൻ വന്ന ടൈമിൽ പറഞ്ഞ കാര്യം കൂടെ പറയാനാണ് വന്നത്. താൻ കരുതും പോലെ എനിക്ക് പ്രോപ്പർട്ടി, സ്വത്ത് ഒന്നും വേണ്ടടോ. എൻ്റെ കുറച്ച് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് കാരണം വന്നതാണ്. ആൻഡ് ഐ എം സോറി ഫോർ എവറിത്തിങ്. ഒരു 2 മാസം കൂടെയാണ് ഞാനിവിടെ എഗ്രിമെൻ്റ് കൊടുത്തേക്കുന്നത്. എനിക്കറിയാമല്ലോ, പറഞ്ഞ വാക്ക് പാലിക്കാണ്ടിരുന്ന പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പിന്നെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കക്കളില്ലാതിരുന്നപ്പോൾ ചെയ്തു പോയതാണ്. അതുകൊണ്ട് ഞാൻ മൂലം തനിക്ക് എന്തെങ്കിലും ഫീലായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. അപ്പോൾ ശരി എന്നാ. ഓക്കെ. പോയാ ആരെടുത്ത് പറയാം. ഓക്കെ, 2 തെറിയൊക്കെ വിളിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. നാളത്തേക്ക് വരവ് വച്ചേക്കുന്നു. വീണ്ടും വരുമല്ലോ എന്തെങ്കിലുമായിട്ട്, അപ്പോൾ വിളിക്കാം. എന്നാലും ഇവൻ എന്ത് പറ്റിയതായിരിക്കും? പെട്ടെന്നൊന്ന് സോറി പറഞ്ഞു. എന്തായാലും ആദ്യമായിട്ടാണ് സോറി പറയുന്നത്, അതിനെ സൂക്ഷിക്കാം. എന്താണ് നീ ഇവിടെ വന്നിരിക്കുന്നത്? എന്താ വലിയ ആലോചനയിലാണല്ലോ, എന്ത് പറ്റിയടാ? എങ്ങനെ ആലോചിക്കാതിരിക്കും? നീ തന്നെ ആലോചിച്ച് നോക്ക്, നമ്മൾ എന്തിനാ ഇവിടെ വന്നേ, നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്കാണെങ്കിൽ അവനോടൊന്നും പറയാൻ പോലും പറ്റിയിട്ടില്ല. അവനും കറക്റ്റ് ടൈമിൽ കാശി, നിൻ്റെ അടുത്ത് കാശിയെ കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ, പറഞ്ഞാൽ നിനക്ക് അത് കൊള്ളത്തില്ലേ? ആ കാശി ഇവിടെ ഇല്ലാതിരുന്നെങ്കിൽ ഞാൻ അവനോട് എങ്ങനെയും പറഞ്ഞാണ്. അവൻ്റെ മൈൻഡ് മുഴുവൻ ആ കാശിയായിട്ട് അടിവിടേണ്ട ഒരിതാ. അല്ലാണ്ട് അവൻ എപ്പോഴും ഫ്രീ ആവുന്നതെന്ന് പറയാൻ പോലും പറ്റത്തില്ല. ഫ്രീ ആയാലേ എനിക്ക് അവനോട് ഇതൊക്കെ പറയാൻ പറ്റും. ആടാ കൊള്ള തന്നെ ചെയ്യും. എൻ്റെ അടുത്ത് അവനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഏറിക്കൊള്ളും, അത് സത്യം തന്നെ, ഞാൻ കള്ളമൊന്നും പറയത്തില്ല. പിന്നെ നീയായിട്ട് ശ്രമിക്കാത്തതിന് വെറുതെ കാശിയെ നീ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഇനി അവൻ്റെ കൂടെ ലൂക്ക അടി കൂടിയാലും അടി കൂടിയില്ലെങ്കിലും നീയായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ എന്നേ പറയായിരുന്നു നിന്റെ മനസ്സിലുള്ളത്. എനിക്കും എന്നേ പറയായിരുന്നു. ഇത് നമ്മുടെ തന്നെ തെറ്റാ. അതുകൊണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കേട്ടോ? ഇനിയും ടൈമുണ്ട്. ഇതിനു വേണ്ടി ഇത്രയും റിസ്ക് എടുത്ത് നീ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ
നീ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പൊന്നുമോനെ, പിന്നെ നീ പോയി ചാവുന്നതാണ് നല്ലത്. അതെ സിൻഡ, നീ എന്നെ അങ്ങനെയൊന്നും കൊച്ചാക്കണ്ട. അർജുൻ്റെ അമ്മയെ തെറ്റിയത്, അല്ലാതെ അർജുനല്ല. അർജുൻ ഇപ്പോഴും ലൂക്കയുടെ കണ്ണിൽ നല്ലവൻ തന്നെയാണ്. പിന്നെ ഞങ്ങൾക്കിടയിൽ ഇനി ആര് വന്നാലും വെട്ടി നശിപ്പിച്ച് ക്ലിയർ ആക്കിയിട്ട് ഈ അർജുൻ പോകത്തുള്ളൂ. പിന്നെ ഇനിയും ടൈം ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ, പിന്നെ ഞാനെന്തിനാ വിഷമിക്കുന്നത്? പിന്നെ അവൻ്റെ കൈവിട്ട് പോയാലോ എന്നൊരു ചെറിയ വിഷമമുണ്ട്. അതില്ലാതില്ല, അത് ആർക്കാലും വേണമല്ലോ. എനിക്കവനെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എനിക്ക് ആ പേടിയും. മനസ്സിലായോ നിനക്ക്? പക്ഷെ എൻ്റെ കാര്യം നേരെ തിരിച്ചാ. എനിക്ക് കിട്ടാത്ത ഒന്നിനെയും ഞാൻ വേറെ ആർക്ക് കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ശരി, നീ നിന്ന് ആലോചിച്ചോ അവനോട് പറയാനുള്ള വഴികൾ. ഞാനും പോയി എൻ്റേതായുള്ള വഴികളിൽ അവനോട് പറയാൻ നോക്കട്ടെ. ബൈ. ഓ, എന്ത് ചെയ്തിട്ടാലും ഇവള് പറയുന്നതിന് മുമ്പേ ലൂക്കോട് കാര്യം പറയണം. ഇല്ലെങ്കിൽ ഇവളുടെ മുമ്പിൽ വീണ്ടും ഞാൻ കൊച്ചാവത്തേ ഉള്ളൂ. ഇവക്ക് കോഞ്ഞ ബുദ്ധിയാ. ഇവളെക്കാൾ ഒരു പടി മുമ്പ് കയറി ചിന്തിച്ചാൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ ജയിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ എനിക്ക് ലോക പരാജയമായിരിക്കും, ലോക പരാജയം. ഏതായാലും ഒന്നിനു വേണ്ടിയും എന്തിനു വേണ്ടിയും അവനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ആരെ മുമ്പിലും തോക്കത്തൂല്ല. അതേതായാലും ഈ അർജുൻ തീരുമാനിച്ചതാണ്. അതിൽ നിന്ന് ഇനി അർജുൻ പിന്മാറാൻ പോകുന്നുമില്ല. എന്താണ് ഫ്രാൻസിസേ, ഇനി സ്റ്റീഫൻ സാറിനെ വീഴ്ത്താനുള്ള പുതിയ അടവ് വല്ലതും പരിശോധിക്കുകയാണോ? ഇല്ല, അതങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും? അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. ഉണ്ടച്ചോറിന് അവിടെയെങ്കിലും നന്ദി കാണിക്കണ്ടേ? അത് ശരിയാ. ഉണ്ടച്ചോറിന് അവിടെയെങ്കിലും നന്ദി കാണിക്കണം, അത് പോയിന്റാണ്. എവിടെയും കാണിക്കാത്തത് എവിടെയെങ്കിലും ഒക്കെ കാണിക്കണമെന്നാണല്ലോ. അല്ല, എന്താണാവോ നമ്മുടെ പുതിയ പ്ലാനിങ് ഒന്നും? സാർ അവിടെ പോയതിനു ശേഷം ഫോണൊന്നും ഇതുവരെ കണക്റ്റ് ആയിട്ടില്ല. അതെ, ഞാനും ട്രൈ ചെയ്തായിരുന്നു, ഇതുവരെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത പ്ലാനിങ് എന്താന്നൊക്കെ സാർ വിളിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നും അറിയാനും പറ്റിയിട്ടില്ല. ആണല്ലേ, ശരിയാ. അപ്പം ഫ്രാൻസിസിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ശരി എന്നാ. പിന്നെ ഈ ചതി ചെയ്യുന്നവനെ ചതി കൊണ്ട് തന്നെ തിരിച്ചു നേരിടണമെന്നാണ് എൻ്റെ ഒരു ഡിക്ഷണറിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ എഴുതിയ എൻ്റേതായ ഒരു ഡിക്ഷണറിയും എൻ്റേതായ ഒരു നിയമപുസ്തകവും ഉണ്ട് അതിൽ. അപ്പോൾ പിന്നെ ഫ്രാൻസിസ് എന്തെങ്കിലും ചതി ചെയ്താൽ ഞാൻ തിരിച്ച് അതേ നിയമം തന്നെ കാണിച്ചാൽ മതിയല്ലോ അല്ലേ? അത് ഞാൻ ചതി ചെയ്താലല്ലേ? ഞാൻ ചതി ചെയ്യുന്നില്ലല്ലോ. അല്ല, എങ്ങാനും ഇനി ഫ്രാൻസിസിന് എന്നോട് അങ്ങനെ ചെയ്യാൻ തോന്നിയാൽ, എന്നോടല്ല പൊതുവെ ചെയ്യാൻ തോന്നിയാലും അങ്ങനെ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാലും ആ നിയമം തന്നെ മതിയല്ലോ അല്ലേ? എങ്ങാനും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് പഴയ നിയമമല്ലേ, നമുക്കൊരു പുതിയ നിയമം അങ്ങ് എടുക്കാം. ഫ്രാൻസിസ് എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയും ഭാരമൊക്കെ ഉള്ള ആളല്ലേ, അപ്പൊ എനിക്ക് വേണ്ടി പുതിയ നിയമം തന്നെ എഴുതിക്കും. ആണല്ലേ? അപ്പൊ അങ്ങനെ തന്നെ ആവാം. എന്നാ ശരി, നടക്കട്ടെ. പുതിയ നിയമം എഴുതാൻ ഞാൻ ഇന്ന് തന്നെ തുടങ്ങാം. മിക്കവാറും അതിന്റെ ആവശ്യം വേണ്ടി വരും. See you later. ഫ്രാൻസിസേ, ഇനി നിന്റെ ഓരോ ചുവടും സൂക്ഷിച്ചായിരിക്കണം. ഇവൻ എന്തൊക്കെയോ ഡൗട്ടുണ്ട്. അവിടെയും ഇവിടെയും കരുക്കള് നിൽക്കുന്ന ഈ ഫ്രാൻസിസ് ആണെന്ന് ഒരുത്തനും അറിയുന്നില്ലല്ലോ. കർത്താവേ, ഇത് എൻ്റെ തലയാ, ഇത് എൻ്റെ കളിക്കളവും. ഇവിടെ ഞാൻ തന്നെ ഇറക്കും, ഞാൻ തന്നെ കളിക്കും, ഞാൻ തന്നെ ജയിക്കുകയും ചെയ്യും. ഒരുത്തനും അതിൻ്റെ ഇടയ്ക്ക് കളിക്കാൻ പറ്റത്തില്ല. ഇയാളിത് എവിടെ പോയി കിടക്കരുത്? എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു. അല്ല, വല്ല ക്ലൂവും കിട്ടിയ? എന്ത് കിട്ടാൻ? പഴയ അതേ കണ്ടീഷൻ തന്നെ. അവൻ്റെ വായിന്നൊന്നും വരത്തില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇഷ മാം പറഞ്ഞ പോലെ ഫ്രാൻസിസ് ചതിക്കും. അതിനൊരു മാറ്റമില്ല.
സ്റ്റീഫൻ ഫ്രാൻസിസിനെ വിളിച്ചിട്ടുള്ള കാര്യം ഉറപ്പാണ്. നീ ഇഷ മാമിനെ വിളിച്ചായിരുന്നു? ആ വിളിച്ചു. ഈ കഴിഞ്ഞ 2-3 ദിവസം അമ്മ എന്നെ നല്ലതുപോലെ വിളിക്കുന്നുണ്ടായിരുന്നു. ബൂത്തിൽ നിന്നേ ഉള്ളൂ, ഏതോ ഒരു ഫോണിൽ നിന്ന്, അതെനിക്കറിയത്തില്ല. ഈ ബൂത്ത് നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറായിരുന്നു. വിളിച്ചിട്ട് ഫ്രാൻസിസിൻ്റെ വായിന്ന് വല്ലതും കിട്ടിയോ, ഫ്രാൻസിസിൻ്റെ പ്ലാൻ എന്താ, അടുത്ത അവൻ്റെ നീക്കം എന്താ, അവൻ വീട്ടിലെന്തെങ്കിലും സംശയാസ്പദമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നോക്കാനായിരുന്നു അമ്മ എന്നോട് പറഞ്ഞത്. ഞാൻ ഈ പറയുന്ന ഫ്രാൻസിസിൻ്റെ പിറകെ നടന്നിട്ടും എനിക്ക് ഒരു ക്ലൂ പോലും കിട്ടിയില്ല. പിന്നെ ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാ റാമിനോട് പറഞ്ഞിട്ട് പോയി തിരക്കാൻ പറഞ്ഞത്. അവനോട് ചെന്ന് ഇങ്ങനെ കോമൺ ആയിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അതാ ഞാൻ എന്നോട് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ പോയി തിരക്കിയിട്ടൊന്നും കിട്ടിയില്ലല്ലോ. ഈ അമ്മയ്ക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്നെ എൻ്റെ ബോയ് ഫ്രണ്ടിനെ ഒന്നിപ്പിക്കാന്ന് നിങ്ങൾ വാക്ക് തന്നിട്ടാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഡാ കൂടുതൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന സ്വഭാവം കാണിക്കല്ലേ. നിന്റെ ബോയ് ഫ്രണ്ട് ആരാന്ന് നിന്നെക്കാളും നന്നായിട്ട് എനിക്കറിയാം. അവ എൻ്റെ ഫ്രണ്ടാണ്. നിന്റെ ബോയ് ഫ്രണ്ട് ആവുന്നതിലുപരി അവ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അറിയാമല്ലോ. പിന്നെ അവനെ ആ സ്റ്റീഫൻ്റെ വീട്ടിൽ ജോലിക്ക് കയറ്റിയതേ ഞാനാ. അതുകൊണ്ട് നീ കൂടുതൽ ഡയലോഗ് നടിക്കണ്ട. നിന്റെ തന്തപ്പടി കാരണം എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് നഷ്ടപ്പെട്ടത്. അതെൻ്റെ അനിയൻ ആ പാപ്പരാസിക്ക് അറിഞ്ഞൂടെന്നേ ഉള്ളൂ. അയാളോട് കാണിക്കാൻ പറ്റുന്ന എല്ലാ ചേറ്റത്തരത്തിലും ഞാൻ കൂട്ടിക്കും. അയാളെ വിശ്വസ്തത തേടി ഞാൻ അയാളുടെ അടുത്ത് ജോലി കയറിയിട്ട് ഇവിടെ ഇഷാമേവന് വേണ്ടി ഞാൻ ജോലി ചെയ്യുകയാണെന്ന് ആ മണ്ടൻ നിന്റെ തന്തപ്പടിക്ക് ഇതുവരെ അറിഞ്ഞു. പിന്നെ നിന്റെ ബോയ് ഫ്രണ്ട് അവനെങ്ങാനും പിടിക്കപ്പെടുകയാണെങ്കിൽ ഗാലി. എൻ്റെ പൊന്നു റാമേട്ടാ, അവനൊന്നും പറ്റില്ല. അവയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല കേട്ടാ. എൻ്റെ തന്തയെ നോക്കില്ല, ലാസ്റ്റ് ഞാൻ അങ്ങേരെ കൊല്ലും. അവനും എല്ലാം പറ്റിയ പറഞ്ഞേക്കാം. പിന്നെ അവൻ എന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പപ്പയുടെ അടുത്തല്ലേ, നീ പൊയ്ക്കോന്ന് പറഞ്ഞു. അത് എൻ്റെ തെറ്റാ, എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ മണ്ടത്തരം മാത്രമേ കാണിക്കത്തുള്ളൂ. അല്ല, നിങ്ങൾക്കിത് വേറെന്തോ ഒരു സഹായം കൂടിയാണോന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ എന്നെ കൊണ്ട് പോകത്തുള്ളൂ. ഇനി വേറെന്ത് സഹായം നിങ്ങൾക്ക് വേണ്ട, അതും കൂടെ പറ. ഞാനും കൂടെ കേട്ടിട്ട് ശ്വാസം വിടാം. അതേതായാലും എനിക്കിപ്പം വേണ്ട. അതിന് ടൈം ആകുമ്പോൾ ഞാൻ നിന്നോട് പറയാം. അത് വിട്. ഇപ്പോൾ ക്ഷമ എപ്പോൾ വിളിക്കാൻ നിന്നോട് പറഞ്ഞേക്കുന്നത്? കറക്റ്റ് ടൈമും എല്ലാം പറഞ്ഞു. ഏതായാലും മാം വിളിക്കുന്ന ടൈമിൽ നീ മാമിനോട് പറയണം, മാമിൻ്റെ ഫോൺ മിക്കവാറും ട്രേസിങ് ആയിരിക്കും. പോരാഞ്ഞിട്ട് മാമിന് ഇവിടെ സപ്പോർട്ട് ചെയ്യാനും മാമിൻ്റെ കൂടെ നിൽക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഫ്രാൻസിസിന് ചെറിയ ഡൗട്ടെങ്കിലും അടിച്ചാൽ അവ ഒറ്റും, നല്ല വൃത്തി ഒറ്റും. എപ്പോഴും വിളിക്കാമെന്നൊന്നും പറഞ്ഞില്ല. ഫോൺ എപ്പോഴും അടുത്ത് തന്നെ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനെപ്പോഴും കയ്യിലാണ് കൊണ്ടു നടക്കുന്നത്. പിന്നെ ആ ഫ്രാൻസിസ് അങ്ങനെയൊക്കെ ചെയ്യുമോ? പാവം അമ്മ ഒറ്റയ്ക്ക് ഇതൊക്കെ കൂടെ എങ്ങനെ നമുക്ക് വേണമെങ്കിൽ ലൂക്കാച്ചായനോടും ലൂയിസി ചായനോടൊക്കെ പറഞ്ഞാലോ? അവരും കൂടെ ആകുമ്പോൾ ഒരു ധൈര്യം കാണുമല്ലോ. എടാ മണ്ട, നിന്റെ ഇച്ചായന്മാരൊക്കെ എടുത്തുചാട്ടം കാരണം മറ്റേ തലയ്ക്കാൾ താമസം ഇല്ലാത്തവന്മാരായി മാറിക്കഴിഞ്ഞു. പിന്നെ അതിലാകെപ്പാടെ 2 എണ്ണത്തിന് മാത്രം ഇത്തിരിയെങ്കിലും ഉണ്ട്. പിന്നെ അവന്മാരെയൊന്നും ബുദ്ധിമുട്ടിക്കേണ്ട, പുറത്തുള്ളവർ മതിയെന്ന് നിന്റെ മമ്മ പറഞ്ഞിട്ടാണ് നമ്മൾ ഇടപെടുന്നത്, മനസ്സിലായോ? അല്ല, നമ്മളല്ല, ഞാൻ വന്നത്, മനസ്സിലായോ? പിന്നെ നീ അകത്തുനിന്ന് ഒരാൾ വേണമല്ലോ. പിന്നെ നിന്നെ ആകുമ്പം ഭീഷണിപ്പെടുത്തി പിടിച്ചു നിർത്താനായിട്ടൊരു കാര്യമുണ്ടല്ലോ. പിന്നെ ബാക്കിയുള്ളവന്മാരോട് ഞാൻ എന്തോ പറയും? നിന്നെ ആകുമ്പോൾ ഈ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പിടിച്ചു നിർത്താമല്ലോ. ലിയോയുടെയും പീറ്ററിൻ്റെയും കാര്യം പോട്ടെ, ബാക്കി 2 കുത്തിച്ചാട്ടത്തിന് കയ്യും കാലം വെച്ച് ജന്മങ്ങളാണ്. അതുകൊണ്ട് 2 ഞാൻ പിടിച്ചാൽ കിട്ടത്തില്ല. അവന്മാർക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് എന്തൊക്കെയാണ് കാണിച്ചു വിട്ടുന്നതെന്ന് അവന്മാർക്ക് തന്നെ അറിയത്തില്ല. സോ അവന്മാരെ അറിയാതിരിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും ഇഷ മാമിന് നല്ലത്. കേട്ടോ? കേട്ടു. ഞാൻ എന്ത് തൊട്ടിത്തരത്തിന് ചെറ്റത്തരത്തിന് വേണോ കൂട്ടിക്കും. പക്ഷെ അവനൊന്നും പറ്റാതിരുന്നാൽ മതി. എനിക്ക് മാത്യു ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മാത്യക്കൊന്നും പറ്റൂലെങ്കിൽ ഞാൻ എന്ത് പോക്കൃത്തരം വേണോ കാണിക്കും. പിന്നെ എൻ്റെ മമ്മയ്ക്ക് കൂടെ വേണ്ടിയിട്ടല്ലേ. അമ്മ എൻ്റെ എല്ലാം. എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ തോന്നില്ല പപ്പ ഇങ്ങനെ വേറെ പെണ്ണും കെട്ടി സ്വത്തു പണമെന്നും പറഞ്ഞ് നടക്കുക. പക്ഷെ അമ്മ അങ്ങനെയല്ല. അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. പിന്നെ അതെ, എൻ്റെ കാര്യം മമ്മ അറിയുമ്പോൾ മമ്മ സമ്മതിക്കുമല്ലോ അല്ലേ? ആടാ, സമ്മതിക്കും. എങ്ങാനും ഇനി സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് സമ്മതിപ്പിക്കാം, പോരെ? അപ്പം നീ ഹാപ്പി ആവൂലേ? ഏതായാലും ഇപ്പം നീ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ആൻറ്റിയുടെ അടുത്ത കോളപ്പെടെ വരെ ഞാൻ നോക്കിയിരുന്നോളാം. മുതലെടുക്കുകയാണല്ലേ ഷാജി എന്നെ ഒരുപാട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗതികേട്. മാത്യുവിന് ഏത് നേരത്താണോ ആ കമ്പനിയിൽ പോയി ചേരാൻ തോന്നിയത്? അത് എൻ്റെ തന്തപ്പടിയുടെ അസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ. അവനെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമില്ല, എന്നെയും പറയണമല്ലോ.
അവൻ മര്യാദയ്ക്ക് എന്നോട് ചോദിച്ചതാ പോണോ ഞാൻ പറഞ്ഞ പോ, എൻ്റെ അപ്പൻ്റെ അടുത്തല്ലേ പറ്റുമോ. ആ ലൂക്ക, നീ ഫ്രീ അല്ലേടാ? എന്ത് ചെയ്യുവാ? ആ ഫ്രീയാ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പീട്ടറെ. ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണമായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു, വെറുതെ നിൽക്കുക. ആ നീ അതറിഞ്ഞല്ലോ, എൻ്റെ ജന്മശത്രുവും എൻ്റെ ഒരേ ഒരു എതിരാളിയുമായ കാശിനാഥ് വന്നതിനോട് സോറി മാപ്പൊക്കെ പറഞ്ഞു. നീ അറിഞ്ഞോ? വൻ കോമഡിയായിരുന്നു. എന്നാലും ആ പുന്നാരമോൻ എന്തായിരിക്കും പറ്റിയെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു. ഓ എൻ്റെ പൊന്നു ലൂക്ക, തെറി വിളിക്കലേടാ. അല്ലെങ്കിൽ ഇവിടെ ഓരോരുത്തരും ഒന്ന് പറയാൻ തുടങ്ങി, കുറച്ച് കൂടുതലാണ് നിനക്ക് തെറി വിളി കേൾക്കാനൊന്നും ഇപ്പം ആർക്കും താല്പര്യമൊന്നുമില്ല. നീ വെറുതെ നടന്ന് എല്ലാത്തിനും തൊട്ടാനും പിടിച്ചാൽ തെറി വിളിക്കാണ്ടേ. ആണ്ടേ ഇതുകൊള്ളാം. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ നിൻ്റെ അടുത്ത്. നീയല്ല, ഇത് എഴുതിയവളും ഞാനും കൂടെയാണ് ഇതിലെല്ലാം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ആകുമ്പം ഞാൻ തെറി വിളിക്കും, ചിലപ്പോൾ പലതും ചെയ്യും. ഇതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള തന്നെയാണ്. പിന്നെ ആരും ബുദ്ധിമുട്ടിയിരുന്ന് കാണണമെന്നില്ല, വേണമെന്നുള്ളവർ കണ്ടാൽ മതി. പിന്നെ ഒരു ക്യാരക്ടർ എഴുതുമ്പം ഇത് ചെയ്യുന്ന ആൾക്കറിയാമല്ലോ എങ്ങനെയൊക്കെ വേണം എങ്ങനെയൊക്കെ വേണ്ടാന്ന്. എന്നെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോഴേ പറഞ്ഞേക്കാം. അതുകൊണ്ട് അമ്മാതിരി സംസാരമായിട്ട് എൻ്റെ അടുത്ത് വരല്ലേ, ഞാൻ വേറെ ആരും പോണില്ല. ഓ നിൻ്റെ അടുത്ത് ഒരു മാങ്ങാത്തൊലിയും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനൊന്നും പറയുന്നുമില്ല. പോരെ, ഞാനത് പറയാനല്ല വന്നേ, ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നേ. വേറെന്താ കാര്യം? എന്താടാ ഒരു ഫോർമാലിറ്റിയൊക്കെ ആദ്യമായിട്ട്? നീ കാര്യം പറ, കേൾക്കട്ടെ. എടാ, അന്ന് നിങ്ങൾ കോളേജിൽ നിന്ന് ടൂർ പോയതിൻ്റെ രാത്രി സ്പെയിൻ ദ്വീപോട്ടിൽ കളിച്ചപ്പോൾ അന്ന് നീ കിസ് ചെയ്തെന്ന് മാത്രമല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ. അത് അത്രേ ഉള്ളായിരുന്നോ? അതോ ഇനി വേറെ വല്ലതും നടന്നോ നിങ്ങൾക്കിടയിൽ? വേറെ പ്രശ്നമോ അടിയോ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും? ഇവനിതങ്ങനെ, ദൈവമേ, ഇനി അവനങ്ങനെ എന്നോടുള്ള ദേഷ്യത്തിന് ഇവനോട് വന്ന് പറഞ്ഞതല്ല. അവ അങ്ങനത്തെ ചരിത്രമൊന്നും കാണിക്കത്തില്ല. പിന്നെ എന്നാലും ഞാൻ നിന്നോട് അന്നേ പറഞ്ഞില്ലേ, ഒരു കിസ് ചെയ്തു, അത്ര തന്നെ. അതിൻ്റെ ദേഷ്യം എനിക്ക് അവനോട് ഇപ്പോഴും. എന്നാലും ഞാൻ ഒരു ഡെയർ കൊടുത്തെന്ന് പറഞ്ഞാൽ അവൻ എന്നെ വന്ന് എന്തിനും കിസ് ചെയ്തേ? നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിൻ്റെ ദേഷ്യം ഇനി അവൻ ഗംഗെ മുങ്ങിയിട്ട് വന്ന് എൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞാലും മാറാൻ പോകുന്നില്ല. അല്ല, നീ എന്തിനാ ഇപ്പം അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നേ? ഇപ്പം ഇവിടെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യം എന്താ? അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. നീ എന്തിനാ അതും ആലോചിച്ചുകൊണ്ട് നടക്കുന്നേ? നീ അതൊക്കെ വിടാൻ നോക്ക്. ആടാ, അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ ഞാൻ പീറ്റർ ചായ ഇവിടെ ഉണ്ടായിരുന്നു. എടാ വാ, നമുക്കൊന്ന് പുറത്തു പോണ്ടേ? നീയല്ലേ പറഞ്ഞ ഇന്ന് പുറത്തു പോകണമെന്ന്? ആണല്ലേ, ഞാൻ മറന്നു വേടാ. അല്ല പീറ്റർ പറ ബാക്കി. എന്താ നീ ഇന്നെൻ്റെ ബാക്കി പറഞ്ഞില്ലല്ലോ, പറയടാ. എടാ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇങ്ങനെ ചാടിപ്പിടിച്ച് പറയാനുള്ള കാര്യമൊന്നുമല്ല. നീ എവിടെ പോകാറങ്ങിയല്ലേ, നീ പോയിട്ട് വാ, നമുക്ക് നൈറ്റ് സംസാരിക്കാം. നീ വന്നതിന് ശേഷം സമാധാനമായിട്ട് പോയിട്ടോ. അതാ നിനക്ക് ശരിയും തോന്നുന്നെങ്കിൽ ഓക്കെ, ഞാൻ പോയിട്ട് വരാം. വേടാ അർജുനെ, നമുക്ക് പോവാന്നാ. നൈറ്റ് വരുമ്പോൾ പറയണേ. എന്നെ വെറുതെ നീ ക്യൂരിയോസിറ്റി അടുപ്പിച്ചിട്ട് വെറുതെ ഊമ്പിക്കുന്ന സ്വഭാവം കാണിക്കൽ കേട്ടാ. ഇല്ല, നീ പോയിട്ടോ. നൈറ്റ് പറയാം, ഉറപ്പായിട്ട് പറയാം. ശരി, ബൈ. അയ്യോ, എൻ്റെ പൊന്നെ ദൈവമേ, എനിക്കിതെന്താ പറ്റുന്നത്? 24 മണിക്കൂറും സമാധാനമായിട്ട് നടന്ന എനിക്കിപ്പോൾ നാഴിക്ക് 40 വട്ടം അങ്ങേരെ ഓർമ്മ മാത്രം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട ദൈവമേ എനിക്ക് ഈ ശിക്ഷ നീ തന്നത്? അയ്യോ, തലേന്ന് അങ്ങേരെ കണ്ണ്, മൂക്ക്, വാചുണ്ട്, അങ്ങേരെ പൂച്ചയുടെ ചിരി ഒന്നും പോകുന്നില്ലല്ലോ. ഇനി ആ ബോധമില്ലാത്ത പൂച്ച, കാട്ടുപൂച്ച, കള്ളപ്പൂച്ച, കരടിപ്പൂച്ച അയാൾ പറയുമ്പോൾ എനിക്ക് അയാളോട് എന്തെങ്കിലും ഉണ്ടോ? ഇനി എങ്ങാനും എനിക്ക് അങ്ങേരോട് പ്രേമം വല്ലതാണോ? ആണോ? എൻ്റെ ഈ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത്.